വഴി കേരളത്തിൽ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയെ കുറിച്ചാണ്. എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് അല്ലേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാന്നുള്ളത്. ആ സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ തന്നെ ആയാലോ? അതൊരു ഇരട്ടി മധുരമായിരിക്കില്ലേ? ഇല്ലേ? അങ്ങനെ ഒരു ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ദ റൈസ് ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പറയുകയാണെങ്കിൽ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി വരുന്നത് പാർലമെന്റ് ഓഫ് ഇന്ത്യയുടെ ദ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആക്ട് 2009 പ്രകാരം വന്ന 15 യൂണിവേഴ്സിറ്റിയിൽ ഒന്നാണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുന്നത്. ഓൾസോ ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് കാസർഗോഡാണ് കേട്ടോ. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ് നമ്മളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള സിറ്റുവേറ്റ് ചെയ്യുന്നത്. അവരുടെ മെയിൻ ക്യാമ്പസ് വരുന്നത് പെരിയയിലാണ്. 9.8 കിലോമീറ്റർ ഫ്രം കാഞ്ഞങ്ങാട് ആൻഡ് 20 കിലോമീറ്റർ സൗത്ത് ഫ്രം കാസർഗോഡ് ടൗൺ. ആൻഡ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസും ഇവിടെ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ പഠിക്കുന്നതിലൂടെ നമുക്ക് അക്കാഡമിക്കലി ഡെവലപ്പ് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ കൾച്ചറലിയും ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അതായത് ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. അവരുമായിട്ട് ഒരു കണക്ഷൻ കീപ്പ് ചെയ്യാനും ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. ഓൾസോ ഇവർ ലാബ്, ലൈബ്രറീസ്, ഓൾസോ ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവരുടെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ University aim to provide quality higher education and promote the intellectual, culture and socio-economic development of the region. Over the years, CUK has grown into prominent educational hub, attracting students from across the country. One of the first 16 universities in India, the Kerala University was founded as the University of Travancore in 1937. 1937 University of Travancore എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. In Kerala University, the re-accredited by NAC with A++ grade. NACന്റെ A++ ഗ്രേഡും ഇവർക്കുണ്ട്. The Kerala University has been awarded the rank band 451 to 500 by QS World Asian University 2023. QS World Asian University 2023 പ്രകാരം 451 to 500 റാങ്ക് ആണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത്. ഓൾസോ കേരള യൂണിവേഴ്സിറ്റി ഹാസ് ഓവർ 150 അഫിലിയേറ്റഡ് കോളേജസ്. മോറോവർ ദി യൂണിവേഴ്സിറ്റി ഹാസ് 10+ സ്കൂൾസ്, 4+ ഡിപ്പാർട്ട്മെന്റ്സും ഈ ഒരു യൂണിവേഴ്സിറ്റിയിലുണ്ട്. ആൻഡ് ഇവർ ഒരുപാട് PhD കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, PG കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ കഴിഞ്ഞ ഇയർ ആണ് BA കോഴ്സ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു BA കോഴ്സ് ആണ് കേട്ടോ ഇപ്പൊ ഇവിടെ നിലവിലുള്ളത്. ഓക്കെ, ദെൻ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് ഓഫേർഡ് അണ്ടർ CUT അറ്റ് CUK. അതായത് ഞാൻ പറഞ്ഞു ഒരൊറ്റ കോഴ്സാണ് ഇപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, UG കോഴ്സ്. അത് ഏതാന്ന് വെച്ചാൽ ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ്. ഇതാണ് കേട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന UG കോഴ്സ്. ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നാഷൻസ് ഇന്ററാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ തമ്മിലുള്ള റിലേഷൻസ് മോൾഡ് ചെയ്യുന്നത്, അതൊക്കെയാണ് ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. കോഴ്സ് ഓവർവ്യൂ പറയുകയാണെങ്കിൽ ദ BA in International Relations program offered by the Central University of Kerala provides students with a deep understanding of global political dynamics, diplomacy and international relations. This course equips students with the analytical skills necessary to navigate and influence global affairs. Global affairs-നെ പറ്റിയും പൊളിറ്റിക്കൽ ഡൈനാമിക്സിനെ പറ്റിയും ഇന്റർനാഷണൽ റിലേഷൻസിനെ പറ്റിയൊക്കെ ഈ ഒരു കോഴ്സിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ. ദെൻ ഇതിന്റെ ഒരു എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ +2 50% മുകളിൽ മാർക്ക് വേണം. ഓൾസോ CUT എക്സാമിൽ അവർ അപ്പിയർ ചെയ്യും വേണം. ദെൻ CUT എക്സാമിൽ സ്കോർ പ്രകാരമായിരിക്കും അവർ മെറിറ്റ് ലിസ്റ്റ് ഇടുക, അതിനനുസരിച്ചായിരിക്കും അവിടുത്തെ അഡ്മിഷനും ഉണ്ടാവുക. ആൻഡ് അവരുടെ ഈ ഒരു കോഴ്സിന്റെ കരിയർ പ്രോസ്പെക്ടസ് പറയുകയാണെങ്കിൽ നമുക്ക് ജേർണലിസം ഫീൽഡിലായിക്കോട്ടെ, ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലായിക്കോട്ടെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ വൈ ചൂസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള? ഇത് നമുക്കൊക്കെ ഉള്ള ഒരു ചോദ്യമായിരിക്കും അല്ലേ, നമ്മൾ എന്തിനാണ് അത് ചൂസ് ചെയ്യുന്നതെന്ന്. കേരളത്തിൽ തന്നെയാണ് എന്നുള്ളത് നമുക്കൊരു സുഖമാണ്, പക്ഷെ എന്നാലും എന്തിനായിരിക്കും നമ്മൾ അത് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും. കേരളത്തിലായതുകൊണ്ട് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നത് പോലെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും നമുക്കൊരു ചോദ്യമായിരിക്കും അല്ലേ. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി ആൻഡ് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ.
അതായത് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഓൾസോ ഒരുപാട് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് PhD ഡിപ്പാർട്ട്മെന്റ്സ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓൾസോ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസുമായിട്ട് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ആൻഡ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഇൻഫ്രാസ്ട്രക്ചർ. The university's campus is equipped with modern facilities including well-equipped laboratories and comprehensive library and advanced IT infrastructure. These resources ensure that students have access to the tools they need to excel in their studies. അവരുടെ സ്റ്റുഡൻസിന്റെ സ്റ്റഡീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലബോറട്ടറീസ്, ലൈബ്രറീസ് ആൻഡ് അഡ്വാൻസ്ഡ് IT ഇൻഫ്രാസ്ട്രക്ചറും ഈ ഒരു യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇവരുടെ ലൈബ്രറിയെ കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതായത് ഇവർക്ക് ഒരുപാട് ഇന്റർനാഷണൽ ലൈബ്രറീസുമായിട്ട് ടൈപ്പ് ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ അവിടെ കിട്ടാത്ത ബുക്സ് ആണെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി എടുക്കാവുന്നതുമാണ് കേട്ടോ. ആൻഡ് അടുത്ത എന്താണെന്ന് വെച്ചാൽ കൾച്ചറൽ ആൻഡ് റീജിയണൽ ഡൈവേഴ്സിറ്റി. CUK attracts students from various parts of India, fostering a culturally diverse environment. This diversity enriches the learning experience, allowing students to gain different perspectives and build a network that spans the country. അതായത് നമുക്ക് ഒരുപാട് നെറ്റ്വർക്ക് കിട്ടുകയാണ്. നമുക്ക് ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് സംസ്ഥാനത്തു നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ്, അവരുടെ കൾച്ചറുകൾ മനസ്സിലാക്കാനും അവരെ കുറിച്ച് പഠിക്കാനൊക്കെ ഒരു ചാൻസ് കിട്ടുകയാണ് അല്ലെ. ഓൾസോ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം വരുന്നത് അവരുടെ ആർട്ട് ഫെസ്റ്റ് ആയിരിക്കും അല്ലെ. കൻകാമ എന്നാണ് അവരുടെ ആർട്ട് ഫെസ്റ്റിന്റെ പേര്. എല്ലാ ഇയറും കൻകാമ എന്ന് പറയുന്ന ആർട്ട് ഫെസ്റ്റ് ഇവർ നടത്താറുണ്ട്. അതിന്റെ ഒരുപാട് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ കഴിയും. കൻകാമ, ദ ആർട്ട് ഫെസ്റ്റിവൽ ഓഫ് CUK, ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൾച്ചറൽ ഇവന്റ് ഓഫ് ക്യാമ്പസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 3 days of competition where students compete under each school. അതായത് അവരുടെ സ്കൂൾസ് തമ്മിൽ തന്നെ 3 വർഷം നീളുന്ന ഒരു പ്രോഗ്രാം ആണ് കേട്ടോ ഈ ഒരു ആർട്ട് ഫെസ്റ്റ് എന്ന് പറയുന്നത്. ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റൽസ് തന്നെയാണ് കേട്ടോ ഉള്ളത്. ദ യൂണിവേഴ്സിറ്റി ഓഫേഴ്സ് കംഫർട്ടബിൾ ഹോസ്റ്റൽ അക്കോമഡേഷൻ വിത്ത് ഓൾ നെസസറി അമെനിറ്റീസ്. The campus life is vibrant with numerous students, clubs, cultural events and extracurricular activities that contribute to the overall development of students. അതായത് ഇവര് വെറും അക്കാഡമിക്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി അല്ല കേട്ടോ. ഇവർ നമ്മളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെയും ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പോർട്സ് മീറ്റ്, അങ്ങനെ ക്ലബ്ബുകൾ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഒരുപാട് ക്ലബ്ബുകൾ, കൾച്ചറൽ ഇവന്റ്സ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അഡ്മിഷൻ പ്രോസസ്സ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരൊറ്റ ഗേറ്റ് തന്നെയാണ്, അതായത് നമ്മളുടെ CUT എക്സാം ആണ്. CUT രജിസ്ട്രേഷൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് ഫില്ലിംഗ് ഔട്ട് ദ ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ CUT എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ പേരും നമുക്ക് ഏതാ കോഴ്സ് വേണ്ടതെന്നുള്ളതും ആ ഒരു ടൈമിന് തന്നെ സെലക്ട് ചെയ്യണം. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് എക്സാം പ്രിപ്പറേഷൻ. നമ്മൾ ഓൾസോ കഴിഞ്ഞിട്ടുള്ളതാണ്. എക്സാമിന് പ്രിപ്പയർ ചെയ്യണം ആൻഡ് അപ്പിയർ ഫോർ CUT. അടുത്തതാണ് റിസൾട്ട് ആൻഡ് കൗൺസിലിംഗ്. ആഫ്റ്റർ ദി റിസൾട്ട് ആർ അനൗൺസ്ഡ്, പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കൗൺസിലിംഗ് പ്രോസസ് where seat allocation will be based on CUT scores and preferences. അതായത് നമുക്ക് CUT എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും പല റിസൾട്ട് ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ അവർ ആ ഒരു റിസൾട്ടിന്റെ ആ ഒരു മാർക്ക് ബേസിലായിരിക്കും നിങ്ങൾക്ക് അവിടേക്കുള്ള അഡ്മിഷൻ കിട്ടുക. ഓക്കെ, ദെൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ് എവിടുന്നാ കിട്ടാന്ന് വെച്ചാൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും ആൻഡ് എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സ്, എവിടെ എത്തി, എത്രാമത്തെ അലോട്ട്മെന്റ് വന്നു, എന്നാണ് അടുത്തത് വരിക, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ അവരുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ മതി. നിങ്ങളിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ദെൻ എ ഗേറ്റ് വേ ടു അക്കാഡമിക് എക്സലൻസ്. നമ്മളിപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, അക്കാഡമിക്കലി ഡെവലപ്മെന്റ് ഉണ്ടാവില്ലേ എന്നുള്ളത്. അതും ഇവിടെ 100 തന്നെയാണ് കേട്ടോ. The Central University of Kerala, with its diverse range of courses under CUT, offers students an excellent opportunity to pursue higher education in a dynamic and supportive environment. Whether you are interested in the science, humanities or social science, CUK provides the resources, faculty and infrastructure needed to success. By choosing CUK, participating in CUT, students can embark on a journey of academic excellence and personal growth. NIRF has ranked the university in the 101 to 150 band in the university category in 2023. NIRF റാങ്ക് പ്രകാരം 101 to 150 റാങ്ക് ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയ്ക്ക് ഉള്ളത്. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്
നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആരെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇടയ്ക്കിടെ വിസിറ്റ് ചെയ്യുക. ആൻഡ് അവിടുത്തെ ഡേറ്റ്സും കാര്യങ്ങളും എപ്പോഴും അറിഞ്ഞിരിക്കുക, അപ്ഡേറ്റ് ആയിരിക്കുക. ഓക്കെ, ഇത്തരം CUT റിലേറ്റഡ് ഇൻഫോർമേഷൻസിനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.